ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനൊരു പുതിയ വീഡിയോ ചെയ്യാണ്. എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. യോഗ ടിപ്സ് ബൈ സൗമിനി. അടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ ഒരു ആശാ വർക്കറാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറേ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഓരോ പ്രാവശ്യവും ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതും. പിന്നെ ഇപ്പം ഞാൻ എല്ലാവർക്കും ഈ ഇയർ ബാലൻസിൻ്റെ ഒരു പ്രശ്നം, ഞാൻ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ വിചാരിച്ചത്. ഇയർ ബാലൻസിൻ്റെ പ്രശ്നം കുറേ ആളുകൾക്കുണ്ട്. അപ്പം രാവിലെ എണീറ്റ് കട്ടിൽ നിന്ന് എണീറ്റ് നടക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ എവിടെയും പോകുന്ന സമയത്ത് തല കറങ്ങി വീഴുക, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ആരോടും സംസാരിച്ചിരിക്കുന്ന സമയത്ത് തല കറങ്ങുന്നത് പോലെ തോന്നുക. അങ്ങനെ കുറേ പ്രയാസങ്ങളിലെ കുറേ ആളുകളുണ്ട്. ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുള്ള ആളുകൾ. അങ്ങോട്ടൊരു സൈഡിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റൂല, മറു സൈഡിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റൂല, തല താഴോട്ട് കുനിയുമ്പം നമ്മൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുക. ചിലർക്ക് ഇടത് ഭാഗത്തിനായിരിക്കും, ചിലർക്ക് വലത് ഭാഗത്തിനായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഞാൻ ഓരോരുത്തരും ഇങ്ങനെ പല ആളുകളും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ എനിക്കറിയാം എൻ്റെ ആ സ്ഥിതി എന്താണ്, അതിൻ്റെ പ്രയാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്കറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി പങ്കുവെക്കുക എന്നുള്ളതിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഇയർ ബാലൻസ് എൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് മുമ്പൊരു ചെറുതായിട്ടൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഈ തല അങ്ങനെ നിലത്തടിച്ചു പോയിട്ട് പിന്നെ വായ തുറക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവിടെയുള്ള ഒരു ആണിക്കല്ല് ഇളകിപ്പോയി. ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ENT കാണിച്ചപ്പോൾ പറഞ്ഞ ആണിക്കല്ല് ഇളകിപ്പോയി, ചെവിൻ്റെ ആണിക്കല്ല് ഇളകിപ്പോയി. പിന്നെ വേറെ എന്തോ നല്ല പേരുകളൊക്കെ ഉണ്ട്. ആ കല്ലുകൾ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതാണ് ആ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ നമുക്ക് തിരിയാനും മറിയാനൊന്നും പറ്റില്ല, തല കുനിക്കാൻ പറ്റില്ല. ദൂരയാത്ര ഒറ്റയ്ക്ക് പോകാനൊക്കെ പേടിയായിരിക്കും. ബസ്സിലൊക്കെ കയറുമ്പോൾ ഇറങ്ങുമ്പോൾ പിന്നെ ബസ്സിൽ നിന്ന് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ആരെങ്കിലും ഒന്ന് നോക്കാൻ വേണ്ടി തിരിഞ്ഞിട്ടുണ്ട്. അന്നപ്പൊക്കെ ഓരോരോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം വന്നാൽ. അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിച്ചാലും വെർട്ടിൻ എന്ന് പറഞ്ഞൊരു ഗുളികയാണ് നമുക്കത് തരിക. അത് എവിടെ പോയാലും അത് ആ അസുഖത്തിന് ആ ഒരു ഗുളിക മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ചിലപ്പം തൽക്കാലം കുറച്ച് കുറയും, വലിയൊരു ഇതുണ്ടാവില്ല, എന്നാലും ചെറിയൊരു കുറവൊക്കെ പെട്ടെന്ന് എന്തായാലും നല്ലൊരു കുറവ് വരും. അത് തീരെ നമുക്ക് എണീക്കാനും നടക്കാനും പറ്റാത്ത ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, കിടക്കാൻ പറ്റൂല, ഏറ്റവും പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശരിക്കും തല വെച്ച് കിടക്കാൻ പറ്റൂല. അപ്പൊ തലേനുള്ള നമ്മുടെ ഏതോ ഒരു ഭൂലോകം കാണുന്നത് പോലെയാണ് നമുക്ക് അനുഭവം ഉണ്ടാവുന്നത്. എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ അത് തല വെച്ച് കിടക്കാൻ പറ്റും. ഏത് സൈഡിലാണോ ആ സൈഡ് വെച്ച് കിടക്കാൻ തീരെ പറ്റില്ല. അപ്പൊ നമ്മൾ കിടക്കുമ്പോൾ ഏതോ ഒരു ലോകം കാണുന്നത് പോലെയായിരിക്കും അതിന്റെ ഒരു അനുഭവം ഉണ്ടാകും. അത് അനുഭവസ്ഥർക്ക് അറിയാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിനെന്താ ശരിക്കും വെർട്ടിൻ നമ്മൾ ഗുളിക കഴിക്കുകയും കൂട്ടത്തിൽ അതിനൊരു എക്സസൈസും കൂടി ചെയ്താൽ എളുപ്പമായിട്ട് മാറാം. ഗുളിക ശരിക്കും മെഡിസിൻ എടുക്കേണ്ട ആവശ്യമില്ല. അതിനെപ്പറ്റി കുറച്ച് അറിയുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് നമ്മളെ പേടിയാകുമ്പോൾ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ മെഡിസിൻ തരും. അപ്പം നമ്മൾ മെഡിസിൻ കഴിക്കും. അതിനായി പറഞ്ഞൊരു ഗുളിക മാത്രമേ ഉള്ളൂ അതിന്. പിന്നെ ആ ടാബ്ലറ്റ് കഴിച്ചാൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന് നല്ലൊരു എക്സസൈസ് ഉണ്ട്. ആ എക്സസൈസ് ആണ് ഇതിന് ഏറ്റവും പ്രധാനം. അപ്പോൾ നമുക്ക് ആ എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കാം. ചെറിയ സിമ്പിൾ എക്സസൈസ് ആണ്, അങ്ങനെ വലിയ ഹാർഡ് പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്ന് കിടന്നിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസ് മാത്രമേ ഉള്ളത്, വലിയ പ്രയാസങ്ങളൊന്നും ഉള്ളതല്ല. പക്ഷെ അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ അത് എളുപ്പമായിരിക്കും. ശരിക്കും ഒറ്റ പ്രാവശ്യം മാത്രം ചെയ്താൽ തന്നെ ചിലപ്പോൾ അതുകൊണ്ട് സുഖപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ കിടന്നുകൊണ്ട് ഒരു കട്ടിൽ കിടന്നുകൊണ്ട് ഒരു എന്തുണ്ട്, വല്ലാണ്ട് നേരെ കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഉണ്ട്. അങ്ങനെ ഏത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. നമുക്കൊന്ന് ചെയ്തു നോക്കാം അല്ലേ. നമ്മൾ ഇടത് വശം ചേർന്ന് കിടക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇടത് വശം ചേർന്ന് കിടക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നേരെ കിടക്കുക. അതിന് ശേഷം ലെഫ്റ്റോട്ട് റൈറ്റോട്ട് എങ്ങോട്ടായാലും കുഴപ്പമില്ല, നമ്മൾ ലെഫ്റ്റിലോട്ട് ചെയ്യാം അല്ലേ. ഇന്നാണ് വീഡിയോ ശരിക്കും ഇതാണ്. ഇങ്ങനെ കിടന്നിട്ട് ഈ താടി ഈ ഷോൾഡറിന്റെ എവിടെയെങ്കിലും തട്ടുന്ന വിധത്തിൽ പതുക്കെ ചെറിയിട്ട് ഇങ്ങനെ വെക്കുക. ഒരു 30 സെക്കൻഡ്. നേരെ തല പൊക്കുക, നേരെ വെക്കുക. എന്നിട്ട് റൈറ്റിലോട്ടും അങ്ങനെ തന്നെ ഈ ഷോൾഡറും താടിയും തമ്മിൽ തൊട്ടുന്ന വിധത്തിൽ വെക്കുക. അങ്ങനെ വെക്കുക. അങ്ങനെ വെക്കുമ്പോൾ അത് ഒരു 30 സെക്കൻഡ് തന്നെ വെക്കുക. അപ്പൊ അങ്ങനെ ഒരു
ശരിക്കും ഒരു പ്രാവശ്യം തന്നെ ചെയ്യുമ്പോൾ ചില ആളുകളൊക്കെ സുഖപ്പെടും. ഇനി അങ്ങനെ സുഖപ്പെടാത്ത ഒരാളാണ് 5 പ്രാവശ്യം തന്നെയെങ്കിൽ അങ്ങനെ ചെയ്യുക ഒരു ടൈമിൽ തന്നെ. അപ്പൊ നമ്മളൊന്ന് ചെയ്ത് നോക്കാം അല്ലേ? One, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഇത് നേരെ വെക്കുക. ഇനി ഇതുപോലെ തന്നെ വലത്തോട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. 30 വരെ അവിടെ എണ്ണിയേ. ഇനി നേരെ വീണ്ടും തല കൊണ്ടുവന്നു. ഇനി വീണ്ടും അതുപോലെ തന്നെ ചെരിച്ച് കൊണ്ടുവരിക. ഈ കല്ല് ആ ഗ്യാപ്പിൽ വീഴുന്ന സമയം വരെയാണ് ഇതിൽ സമയം എടുക്കേണ്ടത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഒരു 30 സെക്കൻഡ് എണ്ണോ അല്ലെങ്കിൽ 30 സെക്കൻഡ് നിങ്ങൾ ടൈം വെച്ചിട്ടോ എന്നിട്ട് റൈറ്റിലോട്ട് അതുപോലെ തന്നെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തിട്ട് സുഖമാകുകയാണെങ്കിൽ അങ്ങനെ മതി. 2 പ്രാവശ്യം ചെയ്തിട്ട് സുഖമാകുകയാണെങ്കിൽ അങ്ങനെ മതി. 5 പ്രാവശ്യം വരെ ചെയ്യുക. പിന്നെ ചിലർക്ക് ഒരു 3-4 ദിവസമൊക്കെ പിടിക്കും ഇത് മാറിക്കിട്ടാൻ. പക്ഷെ മിക്ക ആളുകൾക്കും ഇത് പെട്ടെന്ന് തന്നെ സുഖപ്പെടും. പിന്നെ ഇതുപോലെ തന്നെ വേറെ ഒന്നുണ്ട്, നമ്മൾ കട്ടിൽ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ടതാണത്. എനിക്ക് അതിനുള്ളൊരു സൗകര്യം കുറവാണ്. എന്നിട്ട് നമ്മൾ കിടന്ന് ഒന്ന് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ ശരിക്കും അത് എങ്ങനെ ചെയ്യുന്നത് ക്ലിയർ ആകുമെന്ന് അറിയാലോ, നല്ല ചെയ്തെന്നേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ റൈറ്റ് സൈഡിലോട്ട് തിരിയുക. റൈറ്റ് സൈഡിലോട്ട് ഒരു 45 ഡിഗ്രിയിൽ മതി. 90 ഡിഗ്രിയിൽ അങ്ങനെ അത്ര അങ്ങോട്ട് ഇതാവേണ്ട, കുറച്ചൊന്നും ഇങ്ങനെ മതി. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വലത് ഭാഗത്തോട്ടാണ് ചെരിഞ്ഞതെങ്കിൽ, മുഖം ചെരിച്ച് വെച്ചതെങ്കിൽ ഇടത് ഭാഗത്തോട്ടാണ് കിടക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നേരെ മുഖം മുകളിലോട്ട് വരുന്ന വിധത്തിൽ ഇങ്ങനെ തല കുത്തിയിട്ട് ഇങ്ങനെ കിടക്കുക. ഇനി കാല് താഴെ ഇടാനും കുഴപ്പമില്ല, ഇങ്ങനെ എടുത്ത് വെച്ചാലും കുഴപ്പമില്ല. നേരെ നോക്കണം. അപ്പൊ തല ഇങ്ങനെയുള്ളത് നേരെ നോക്കണം. അപ്പൊ ഒരു 30 സെക്കൻഡ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. എന്നിട്ട് തല നേരെ ഇങ്ങനെ തിരിക്കുക. എന്നിട്ട് എണീറ്റിരിക്കുക. എന്നിട്ട് നേരെ തിരിച്ച് ഇങ്ങോട്ട്. അത് എനിക്ക് സൗകര്യം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് നീങ്ങിയിരുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ അങ്ങോട്ട് നോക്കിയിട്ടല്ലേ ഇരുന്നത്. ഇപ്പം നേരെ ഇങ്ങോട്ട് ഒരു 45 ഡിഗ്രിയിൽ ഇങ്ങനെ തിരിയാം. ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ പോയിട്ട് തല ഇങ്ങനെ കുത്തിയിട്ട് ഈ ഭാഗമല്ലേ, എന്താ പറയാ, ഈ മോർദാവിന്റെ ഈ ഭാഗമാണ് പോയിട്ട് ഇങ്ങനെ ഈ തറയിൽ കുത്തേണ്ടത്.
ഒരു തലേന ഇട്ടാലും കുഴപ്പമില്ല. എന്നിട്ട് ഇങ്ങനെ 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 ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഇതേപോലെ ഇങ്ങനെ പോവുക, ഇങ്ങനെ പോവുക. എന്നിട്ട് ഇങ്ങനെ കിടക്കുക. എന്നിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. എന്നിട്ടെല്ലാം ഇങ്ങോട്ട് തിരിക്കുക. എന്നിട്ട് നന്നായിട്ട് എണീക്കുക. അപ്പൊ ഇങ്ങനെ കുറെ പ്രാവശ്യം ചെയ്താൽ ശരിക്കും നമ്മൾ ആദ്യം ചെയ്ത രീതി തന്നെ മതി. അത് ശരിയാവുന്നില്ലെങ്കിൽ നമ്മൾ രണ്ടാമത് ചെയ്ത് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് തലക്കറക്കം നമ്മളിങ്ങനെ എണീറ്റ് വരുന്ന സമയത്തൊക്കെ തലയ്ക്കൊരു ചെറിയൊരു കറക്കം പോലെ ഉണ്ടാകും. പക്ഷെ 2 പ്രാവശ്യം ചെയ്യുമ്പോൾ ശരിയാവും. ശരിക്കും നമ്മൾ ആദ്യം ചെയ്ത രീതി ആയിട്ടില്ലെങ്കിൽ മറ്റേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരും പിന്നെ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും ആവശ്യം. എന്തെങ്കിലും പിന്തുണ നിങ്ങൾ ചെയ്തെങ്കിലേ എൻ്റെ ഇത് മുന്നോട്ട് പോവുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.